Hello everyone, welcome back. Role of pharmacognosy in സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ, അതാണ് ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനെ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിന് യൂണിവേഴ്സിൽ എന്തുണ്ട്? എസെൻഷ്യൽ എൻറ്റിറ്റീസ് ഉണ്ട്, അതായത് മാറ്റർ ആൻഡ് എനർജി. അപ്പോൾ ദി യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ ആൻഡ് എനർജി എന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. അതായത് മാറ്ററിന് എനർജി ഇല്ലാണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, എനർജിക്ക് മാറ്റർ ഇല്ലാണ്ടും പറ്റില്ല. അതായത് വൈസ് വേഴ്സ, മാറ്റർ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എനർജി ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ സിദ്ധ സിസ്റ്റത്തിൽ 5 എലമെൻറ്റ്സ് ആണുള്ളത്. ആ 5 എലമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ഭൂതാസ്. അപ്പോൾ സിദ്ധ സിസ്റ്റം പറയുന്നത് ഈ 5 എലമെൻറ്റ്സ് എല്ലാ സബ്സ്റ്റൻസിലും പ്രസൻ്റ് ആണ് എന്നാണ്. ബട്ട് ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എല്ലാ സബ്സ്റ്റൻസിലും പ്രസൻ്റ് ആണ്, ബട്ട് ഇൻ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ. 5 എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഭൂതാസാണ് എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ. അപ്പോൾ ഇതാണ് 5 എലമെൻറ്റ്സ് ഇൻ സിദ്ധ സിസ്റ്റം. അപ്പോൾ അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം ഹ്യൂമൻ ബീയിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 5 എസെൻഷ്യൽ എലമെൻറ്റ്. അത് പ്രസൻ്റ് ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് കോമ്പിനേഷനിലാണ്. അപ്പോൾ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷന് മീഡിയേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് 3 സബ്സ്റ്റൻസാണ്. ആ 3 സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ദ്രവ്യാസ്. അതായത് അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം ആ 3 സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെൻറ്റ് കൊണ്ടാണ്. ആ 5 എലമെൻറ്റാണ് നേരത്തെ പറഞ്ഞ വാട്ടർ, എർത്ത്, ഫയർ, എയർ, ഈതർ. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഈ ദ്രവ്യാസും മേഡപ്പ് ആക്കിയിരിക്കുന്നതും. പിന്നെ ഹ്യൂമൻ ബീയിങ് ഈസ് മേഡപ്പ് ഓഫ്. അപ്പോൾ ദ്രവ്യ കൺസിസ്റ്റ് ഓഫ് വാത, പിത്ത, കഫ. അതാണ് ഈ 3 സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, വാത, പിത്ത, കഫ. അപ്പോൾ വിച്ച് ആർ നോൺ ആസ് ത്രിഗുണാസ്. ത്രിഗുണാസ് ത്രീ എന്ന് പറയുമ്പോൾ 3 അല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം ഈ ത്രിഗുണാസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫങ്ഷനിലും ഇൻവോൾവ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫിസിയോളജിക്കൽ ഫങ്ഷന് അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം മീഡിയേറ്റ് ചെയ്യുന്നത് ദ്രവ്യാസാണ്, അതായത് വാത, പിത്ത ആൻഡ് കഫ. അപ്പോൾ ഈ വാത ഇൻക്രീസ് ചെയ്തെങ്കിൽ, നമ്മളെ ബോഡിയിൽ വാതൻ്റെ അളവ് ഇൻക്രീസ് ചെയ്തെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഫ്ലാറ്റുലൻസ്. ഫ്ലാറ്റുലൻസ് മീൻസ് ഒരു ഗ്യാസ് റിലേറ്റഡ് ഡിസോർഡറാണ്. പിന്നെ അസിഡിറ്റി, ഒബേസിറ്റി, ഹാർട്ട് അറ്റാക്ക്. ഇനി പിത്തയാണ് നമ്മളെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഗ്രേയിങ് ഓഫ് ഹെയർ, റെഡിഷ് ഐസ്, ബേണിംഗ് ചെസ്റ്റ്, അനീമിയ ആൻഡ് മെൻ്റൽ കൺഫ്യൂഷൻ. ഇതെല്ലാം അറിയുന്ന ഡിസീസ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി കഫയാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ വിച്ച് ഡെവലപ്സ് ജോണ്ടിസ്, ഹാർട്ട് അറ്റാക്ക്, ഫീവർ, അതായത് ഹൈ ഫീവർ, അനീമിയ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അളവ്, ഈ ദ്രവ്യാസിൻ്റെ അളവ് കൂടിയാൽ ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസ്. പിന്നെ അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസിന് പറയുന്ന പേരാണ് ധാതൂസ്. അപ്പോൾ 7 ധാതൂസാണ് നമ്മളെ ബോഡിയിലുള്ളത്. അതായത് രസ മീൻസ് ലിംഫ്, കുരുതി ബ്ലഡ്, ടെസാൽ മസിൽ, കൊഴുപ്പ് അഡിപ്പോസ് ടിഷ്യൂ, എലുമ്പു ബോണ്, മജ്ജ മാരോ, സുക്കിളം ആൻഡ് ആർത്തവം മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ 7 ധാതൂസാണ് നമ്മളെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ളതെന്നാണ് സിദ്ധ സിസ്റ്റം പറയുന്നത്. ഇനി ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത് 8 തിങ്സ് വെച്ചിട്ടാണ്. അതായത് നാഡി മീൻസ് പൾസ്, പിന്നെ ധ്വനി മീൻസ് വോയിസ്, ശബ്ദം വെച്ചിട്ട്. ത്വക്ക എന്ന് പറയുന്നത് ടങ്, പിന്നെ ദേഹം അറിയാമല്ലോ, ബോഡി, പിന്നെ നീരം, പിന്നെ മലം, മൂത്രം, വിഴി മീൻസ് നമ്മളെ കണ്ണിൻ്റെ കളറൊക്കെ നോക്കിയിട്ടെല്ലാണ് ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു സിദ്ധ സിസ്റ്റം. അപ്പോൾ സിദ്ധ ഫിസിഷ്യന് ഹെർബ്സിനെ കുറിച്ചിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. പിന്നെ ഫോമുലേഷൻ, സ്പെസിഫിക് കോമ്പൗണ്ടിന് എഫക്റ്റീവ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫോമുലേഷൻസിൻ്റെ, അതിനെ കുറിച്ചിട്ടുള്ള നോളേജ് എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ ഡിസീസിനും ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്യണം മെഡിസിൻസ് ആർ പ്രിപ്പയർഡ് ഫ്രഷ്ലി ഫോർ സ്പെസിഫിക് ഡിസീസസ്. അപ്പോൾ സിദ്ധ സിസ്റ്റം പ്രകാരം ഫോമുലേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സ്, അനിമൽസ്, മിനറൽസ്,
പിന്നെ മെറ്റൽസ് ലൈക്ക് മെർക്കുറി, ഗോൾഡ്, സിൽവർ, സൾഫർ, സിങ്ക് ആൻഡ് ആർസനിക്കൽ ഉപയോഗിച്ചിട്ടാണ്, അതായത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ഫോമുലേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത് സിദ്ധ സിസ്റ്റത്തിൽ. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഫോമുലേഷൻസിന് എക്സാമ്പിളാണ് കഷായം, ചൂർണ, തൈലം, ചെണ്ടൂരം, പിന്നെ ഭസ്മ. പിന്നെ സിദ്ധ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അതായത് പഥ്യം എന്ന് പറയും, പഥ്യത്തിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡയറ്റിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുക. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത ഫുഡിന് എക്സാമ്പിളാണ് ചിക്കന്, മാംഗോസ്, കോക്കനട്ട്, മസ്റ്റാർഡ്, ഫെനുഗ്രീക്ക്, ആൽമണ്ട്സ് എക്സെട്ര. നോൺ റെസ്ട്രിക്റ്റഡ് ഫുഡ്സ് ആണ് വീറ്റ്, മിൽക്ക്, ഗീ, പൾസസ്, ടെൻഡർ വെജിറ്റബിൾസ്, ഗോട്ട്, മീറ്റ്, ഷുഗർ. ഇനി നെക്സ്റ്റ് റോൾ ഓഫ് ഫാർമക്കോഗ്നസി ഇൻ സിദ്ധ സിസ്റ്റം. ഇപ്പോൾ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനിലെ വേരിയസ് പ്ലാന്റ്സ് ആണ് മെയിനായിട്ടുള്ളത്, വിച്ച് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ഡിഫറെൻറ്റ് ഡിസീസ്. പിന്നെ പോയ്സണസ് ഇൻ നേച്ചറായിട്ടുള്ള ധാരാളം പ്ലാന്റ്സ് സിദ്ധ സിസ്റ്റത്തിലുണ്ട്. പിന്നെ ചില പ്ലാന്റ്സ് ആ പോയ്സണസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ആൻറ്റിഡോട്ടായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിയിൽ പ്ലാന്റ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സിനൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സിദ്ധ സിസ്റ്റത്തിൽ. അപ്പോൾ സിദ്ധ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെയും മിനറൽസിൻ്റെ എല്ലാം മൾട്ടിപ്പിൾ യൂസിനാണ്. അതായത് ഒരു പ്ലാന്റ്സിന് തന്നെ ധാരാളം യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു യൂസിനെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് സിദ്ധ മെഡിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോർ ട്രീറ്റിംഗ് സിമ്പിൾ എയിൽമെൻറ്റ്സ്. പിന്നെ ഹേർബ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിനാണ് ഹേർബ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിദ്ധ സിസ്റ്റം പ്രകാരം മെർക്കുറി പ്രിപ്പറേഷന് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. പക്ഷേ മെർക്കുറി പോയ്സണസ് അല്ലേ. പക്ഷേ സിദ്ധ സിസ്റ്റം പ്രകാരം മെർക്കുറി പ്രിപ്പറേഷൻസ് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മെർക്കുറി പ്രിപ്പറേഷൻസ് മാത്രമല്ല, മെർക്കുറി, സൾഫർ അതുപോലെയുള്ള മിനറൽസൊക്കെ വേരിയസ് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിദ്ധ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആ മിനറൽസൊക്കെ നമ്മളെ ബോഡിക്ക് ടോക്സിക് ആണെന്ന്. പക്ഷെ അന്നെങ്കിലും ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിദ്ധ മെഡിസിൻസ് ക്രോണിക് ഡിസീസ് മാനേജ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ, റുമാറ്റോയിഡ് ആർത്രൈറ്റീസ്, കൊളാജൻ ഡിസോർഡർ, പിന്നെ നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് വരുന്ന വേരിയസ് കണ്ടീഷൻസ്. പക്ഷേ എഫക്റ്റീവ്നെസ് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വാരി ചെയ്യും. അപ്പോൾ കുറച്ച് ലീഫ് എക്സ്ട്രാക്റ്റിന് എക്സാമ്പിളാണ് അതത്തോഡ വസിക്ക, വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ബ്രോങ്കിയൽ ആസ്മ, ഈസിനോഫിലിയ. ഈസിനോഫിലിയ മീൻസ് ഹൈ ഈസിനോഫിൽ കൗണ്ട് ഇൻ ബ്ലഡ് ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് സീഡ്സ് ആൻഡ് ലീവ്സ് ഓഫ് അപ്പിയം ഗ്രേവിയോലൻസ്, വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസ് ആസ് വെൽ ആസ് ലിവർ ആൻഡ് സ്പ്ലീൻ ഡിസീസ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് വെർഹേവിയ ഡിഫ്യൂസ, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്മ. ഇതാണ് എക്സാമ്പിൾസ്. അപ്പോൾ ഈ വീഡിയോ സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ.